ബറാത്തരാവിൻ്റെ അന്ന് എല്ലാവരും എന്തെങ്കിലും ഒരു മധുരപലഹാരം ഉണ്ടാക്കുമല്ലോ. ഞാൻ ഒരുപാട് നേരം ആലോചിച്ച് ഓർത്തെടുത്തത് മുട്ടപ്പാലടയാണ്. ഈ അടുത്തിടെയായി ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ കഴിക്കാൻ ഒരല്പം താല്പര്യം കൂടുതലായിരുന്നു. ഇത് ഉണ്ടാക്കാമെന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ടതാ ഒരു കപ്പ് അരിയെടുത്ത് കുതിരാനിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പൊക്കെ വരുന്നത് കൊണ്ട് തന്നെ എന്നും നമ്മുടെയൊക്കെ വീടുകളിൽ കുറച്ചധികം ജോലി ഉണ്ടാവുമല്ലോ. അപ്പം അരിയൊക്കെ ഒന്ന് കുതിരാനിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു നാടൻ പലഹാരം ആയതുകൊണ്ട് തന്നെ പല തലമുറകളായി കൈമാറി വന്ന അതേ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇന്നും ഞാൻ ഫോളോ ചെയ്യുന്നത്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എന്നാൽ നമ്മൾ അറിയാതെ തന്നെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ അമ്മ ഉണ്ടാക്കിയത് അമ്മയുടെ വീട്ടിലുണ്ടായ അരിയും മുട്ടയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ തൽക്കാലം എനിക്ക് ഈ രണ്ട് കാര്യങ്ങളും സാധ്യമല്ലാത്തതാണ് കേട്ടോ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം അമ്മ മുട്ടപ്പാലട ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കിയെടുത്ത് അതിലൽപ്പം എണ്ണ തൂത്തു കൊടുത്തൊന്നും മയക്കിയെടുത്തതിന് ശേഷം ആ ചീനിച്ചട്ടിയിലാണ് അമ്മ മുട്ടപ്പാലട ചുട്ടെടുക്കുന്നത്. എങ്കിൽ എനിക്കൊരൽപ്പം മടിയും ക്ഷമയില്ലായ്മയും ഒക്കെ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നോൺ സ്റ്റിക് പാനിലാണേ. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്താന്ന് വെച്ചാൽ, നാളികേരം നമ്മുടെ വീട്ടിലുണ്ടായതാണ്. പാത്രത്തിന്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ നോൺ സ്റ്റിക് പാത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും ഇതുപോലെന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴോ മാത്രമാണ് നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് നോൺ സ്റ്റിക് പാത്രങ്ങളെ എൻ്റെ കയ്യിലുള്ളൂ. മുട്ടപ്പാലട എന്ന് പറഞ്ഞാൽ ഒരു നാടൻ പലഹാരം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിറകിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? എൻ്റെ തറവാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പ്രധാന അമ്മായി പലഹാരമാണ് മുട്ടപ്പാലട. ആദ്യമൊക്കെ 10-25 തരം നാടൻ പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ന് പല രാജ്യങ്ങളുടെ പലതരം വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോ ഏതൊക്കെ രാജ്യത്തിന്റെ എത്ര തരം വിഭവങ്ങൾ ഉണ്ടാക്കിയാലും നാടൻ മുട്ടപ്പാലട ഇല്ലാതെ എന്ത് അമ്മായി പലഹാരം അല്ലേ? ഇത് എന്റേതല്ല കേട്ടോ, അമ്മയുടെ ഡയലോഗാണേ. ഇതും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല, പല തലമുറകളായി നമ്മൾ ചെയ്തു വന്നിരുന്ന ചെറിയൊരു കാര്യം കൂടിയാണ്. നമുക്കിതുപോലെ ചില ശീലങ്ങൾ ഉണ്ടെങ്കിലല്ലേ അതൊക്കെ പാലിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ പഴയ ചില ചെറിയ ശീലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതൊരു നാടൻ വിഭവമായതുകൊണ്ട് തന്നെ ഇതുപോലെ ചില ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ.